ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് ലിവൈ സ്ട്രോസും കുടുംബവും. തുണിക്കച്ചവടമായിരുന്നു അവരുടെ പ്രധാന ബിസിനസ്. 1853 സാൻ ഫ്രാൻസിസ്കോയിൽ ലിവൈ ഒരു തുണിക്കട തുടങ്ങി. ലിവൈ സ്ട്രോസ് ആൻഡ് കോ കച്ചവടം ഗംഭീരമായി നടന്നു. അപ്പോഴാണ് ജേക്കബ് ഡേവിസ് എന്ന തയ്യൽക്കാരൻ ഒരു ആശയവുമായി ലിവയെ സമീപിച്ചത്. അക്കാലത്ത് ഖനിത്തൊഴിലാളികളും ഇടയന്മാരും ധരിച്ചിരുന്നത് ഡെനിം ട്രൗസറുകളായിരുന്നു. കട്ടിയേറിയ, പെട്ടെന്ന് കേടുവരാത്ത കോട്ടൺ തുണിയാണ് ഡെനിം. കഠിനമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ട്രൗസറുകൾ പെട്ടെന്ന് കീറിപ്പോകും. ആ ഭാഗത്തെല്ലാം ചെറിയ ലോഹ ആണികൾ വെച്ച് ഉറപ്പിച്ചാൽ ഇത് പരിഹരിക്കാമെന്ന് ജേക്കബ് ഡേവിസ് കണ്ടെത്തി. ഈ ആശയം നടപ്പാക്കാൻ ലിവൈ ഡേവിസിനെ സഹായിച്ചു. ഇരുവരും ചേർന്ന് 1873 ആണിവിദ്യയ്ക്ക് പേറ്റന്റ് എടുത്തു. കട്ടിയേറിയ ഡെനിം തുണിയിൽ ലോഹ ആണികൾ ഉറപ്പിച്ച പുതിയ തരം ട്രൗസറുകൾ അവർ ഉണ്ടാക്കി. ആദ്യത്തെ ജീൻസ് ഓവറോൾസ് എന്നായിരുന്നു അന്ന് ലിവയുടെ നീല ജീൻസ് അറിയപ്പെട്ടിരുന്നത്. ഖനിത്തൊഴിലാളികൾക്ക് ലിവൈ അവതരിപ്പിച്ച ജീൻസ് ഇഷ്ടമായി. അതോടെ ലിവയുടെ കീറ ട്രൗസറുകൾ സൂപ്പർ ഹിറ്റായി. മികച്ച ബിസിനസ്സുകാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു ലിവൈ. ഒട്ടേറെ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം സ്കോളർഷിപ്പുകളും മറ്റും ഏർപ്പെടുത്തിയിരുന്നു. 1902 അദ്ദേഹം അന്തരിച്ചു. മരിക്കും മുമ്പ് തന്റെ മരുമക്കളെയാണ് കമ്പനി നോക്കി നടത്താൻ ഏൽപ്പിച്ചത്. 1936 കമ്പനി സ്ത്രീകൾക്കുള്ള ജീൻസ് അവതരിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് സൈനികർക്കിടയിൽ ജീൻസ് താരമായി. യുദ്ധത്തിന് ശേഷം ജീൻസിന്റെ നല്ല കാലം തുടങ്ങി. പരമ്പരാഗത രീതികളിൽ വസ്ത്രം ധരിച്ചു മടുത്തവർ സ്റ്റൈലിനു വേണ്ടി പരുക്കൻ ജീൻസുകൾ ഇടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അതൊരു ഫാഷനായി മാറി. ജീൻസിൽ പുത്തൻ പരീക്ഷണങ്ങളുമായി ലിവൈസ് കമ്പനിയും കുതിച്ചു. ഇന്ന് ഏകദേശം 50,000 കോടി രൂപ ആസ്തിയുള്ള ലിവൈസ് കമ്പനിയുടെ ആസ്ഥാനം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ജീൻസുകളുടെ മുന്നിലെ പോക്കറ്റിനകത്ത് ഒരു കുഞ്ഞൻ പോക്കറ്റുണ്ട്. പണ്ട് ഖനിത്തൊഴിലാളികൾ സമയമറിയാനായി പോക്കറ്റ് വാച്ചുകൾ കൊണ്ടു നടന്നിരുന്നു. അവ പോറൽ സംഭവിക്കാതെ സൂക്ഷിക്കാനായിരുന്നു ഈ കുട്ടി പോക്കറ്റ്. പോക്കറ്റ് വാച്ച് ഇല്ലാതായിട്ടും കുട്ടി പോക്കറ്റ് ഇന്നും ജീൻസിൽ നിലനിൽക്കുന്നു.